ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവുകയാണ് മലപ്പുറത്ത് LDFന്റെ സ്ഥാനാർത്ഥി വി വസീഫ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാവാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് മണ്ഡലത്തിലൊരു സാഹചര്യം? അല്ല, ഒരു ഘട്ടം പൂർണ്ണമായും ഞങ്ങൾ മണ്ഡലത്തിലെല്ലാം സന്ദർശിച്ചു, പ്രമുഖ വ്യക്തികളെ സന്ദർശിച്ചു. ഇതുപോലെ കവലകളിൽ ചെറിയ ചെറിയ റോഡ് ഷോകൾ നടത്തി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതികരണം ഈ മണ്ഡലത്തിൽ 2004 ആവർത്തിക്കും എന്ന് തന്നെയാണ്. ഇവിടെ ഇടതുപക്ഷം ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. വലിയ ഭൂരിപക്ഷത്തിന്, ചെറിയ ഭൂരിപക്ഷം എന്നൊന്നല്ല, വലിയ ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷം ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ജനം അങ്ങനെയുള്ള ഒരു സ്വീകരണവും സ്നേഹവുമാണ് ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡലം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ് അനുകൂലമാവാൻ പോകുന്നത്? രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ. അത് സംഘപരിവാരത്തെ ചെറുക്കുക, അവരെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്ത് വിഭജന രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് വരുന്ന സംഘപരിവാരത്തെ എന്ത് വില കൊടുത്തും ചെറുക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണി അത് ഇടതുപക്ഷമാണ് എന്ന് തന്നെയാണ് ഈ നാട് കരുതുന്നത്. അതിനനുസരിച്ച് അവർ വിലയിരുത്തും. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ലീഗ് അവരുടെ ശക്തി കേന്ദ്രമായി പറയുന്ന, അല്ലെങ്കിൽ അവർ ഇളകാത്ത അടിത്തറയായി പറയുന്നു. 2004 ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു ചരിത്രം പറയാനില്ല എന്നതാണ്. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഏത് കാര്യമാണ് മുതൽക്കൂട്ടാവാൻ പോകുന്നത്? കുറ്റിപ്പുറവും തിരൂരും ഒക്കെ പരാജയപ്പെട്ട അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു മണ്ഡലവും അങ്ങനെ കുത്തകയാണ് എന്നൊന്നും പറയാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ല. ഏത് മണ്ഡലവും ഇളകും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്നുണ്ട്. പരിമിതികളില്ലാതെ സംഘപരിവാരത്തിനെതിരെ ആർജവത്തോടു കൂടി പോരാട്ടം നയിക്കുന്നത്, നിലപാടുകൾ പറയുന്നത് പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നിലപാട് പറയുന്ന ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിനകത്ത് വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ മണ്ഡലത്തിൽ. അതുപോലെ തന്നെ അവർ കരുതുന്നുണ്ടാവും അവരുടെ ജനപ്രതിനിധികൾ ഇവിടെ നിന്ന് ജയിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒരു നേതൃത്വമായി, അവർക്ക് സമീപിക്കാൻ പറ്റുന്ന ആളായി, അവരുടെ കയ്യെത്തും ദൂരത്ത് നിൽക്കുന്നവരായി ഒരു ജനപ്രതിനിധി അവർ കാണുന്നില്ല. കാണാമറയത്തുള്ള ജനപ്രതിനിധികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള അനുഭവങ്ങളൊക്കെ അവർ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തത ഉണ്ടാകുന്ന തരത്തിലേക്ക് അവർ വിധി എഴുതും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു സാമുദായിക വോട്ട് ബാങ്ക് മലപ്പുറം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അത് ഏതെങ്കിലും വിധത്തിൽ ഗുണകരമാവെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? എന്തെങ്കിലും അട്ടിമറി സാധ്യതകളുണ്ടോ? മലപ്പുറം എന്നും രാഷ്ട്രീയമായി നല്ല ധാരണയോടുകൂടി നിലപാടുകൾ എടുക്കുന്ന ഒരു പ്രദേശമാണ്. നല്ല രാഷ്ട്രീയ ധാരണയുള്ള, രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള ഒരു ജനമുള്ള നാടാണ് ഈ നാട്. ഇവിടെ മതനിരപേക്ഷതയുടെ ഒരു കേന്ദ്രമാണ്. നമ്മുടെ കേരളം തന്നെ രാജ്യത്തിന് മതനിരപേക്ഷതയുടെ സന്ദേശം നൽകുന്ന ഇടമാണ് കേരളം. ആ കേരളത്തെ തകർക്കാനും കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ തകർത്ത് ഇവിടെ BJPയെ കൊണ്ടുവരാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുക. ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ എടുക്കുന്ന നിലപാടുകൾ, UDF എടുക്കുന്ന നിലപാടുകൾ, അവരുടെ പരിമിതികൾ, ആ പരിമിതികളെയൊക്കെ ഈ ജനം നോക്കിക്കാണുന്നുണ്ട്. സംഘപരിവാരത്തെ ചെറുക്കുക എന്നുള്ളത് ഈ കേരളത്തിന്റെ ഒരു രീതിയാണ്. ആ കേരളത്തിന്റെ രീതി എന്നുള്ളത് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ്. ഇടതുപക്ഷം ഈ കേരളത്തിനകത്ത് BJPയെ വളരാൻ ഒരു നിലക്കും അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപിത നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് പൗരത്വമാകട്ടെ, ഏക സിവിൽ കോഡ് ആവട്ടെ, ഏത് വിഷയമാകട്ടെ, ധ്രുവീകരണ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഇവരെടുക്കുന്ന തീരുമാനങ്ങളെ, നയങ്ങളെയെല്ലാം ചെറുത്തു തോൽപ്പിക്കുന്ന തരത്തിലേക്ക് ഇടതുപക്ഷം ഈ കേരളത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ആർജവത്തോടുകൂടി അതിനനുസരിച്ചുള്ള നിയമങ്ങൾ, പ്രമേയങ്ങളൊക്കെ നിയമസഭയിൽ പാസ്സാക്കുന്നു. ഇതൊക്കെ ഈ ജനം കാണുകയാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുകയല്ലാതെ മറ്റൊരു നിലപാടെടുക്കാൻ അവർ താല്പര്യം കാണിക്കില്ല. ലീഗ് MPമാരുടെ ഒരു പ്രവർത്തനത്തിന്റെ വിലയിരുത്തൽ കൂടി ആവുമോ ഈ തെരഞ്ഞെടുപ്പ് ഫലം? തീർച്ചയായിട്ടും. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് അദ്ദേഹം ഈ നാട്ടിൽ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, ഇവിടെ പ്രാപ്യമായിരുന്നോ, അല്ല ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതൊക്കെ പരിശോധിക്കില്ലേ? അവരെടുത്ത നിലപാടുകൾ, ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരിടപെട്ടത് എല്ലാം അവർ നോക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യും? ഒരു തീരുമാനമെടുക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കാണാമറയത്തുള്ള ഒരു ജനപ്രതിനിധി ആയിരിക്കില്ല മലപ്പുറം ആഗ്രഹിക്കുന്നത്. അവർക്കിടയിൽ അവരുടെ നേതൃത്വമായി, അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളായിട്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിനനുസരിച്ച് അവർ വിധിയെഴുതും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇവിടെ ചർച്ച ചെയ്യും. നിലവിലുള്ള MP-യുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിക്കും. അവര് എന്താണ് ഈ മണ്ഡലത്തിൽ ചെയ്തത്, അവരെ സമീപിച്ചപ്പോൾ ഉണ്ടായിരുന്ന നിലപാടുകൾ എന്തായിരുന്നു, ഇതൊക്കെ ജനം ചർച്ച ചെയ്യൂലേ?
അതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇത് ലീഗിന്റെ കോട്ടയാണ്, അതുകൊണ്ട് ലീഗിനെ വോട്ട് ചെയ്യാവൂ എന്നുള്ള തീരുമാനമൊന്നും ജനം എടുക്കൂലല്ലോ. അവർക്കൊക്കെ വ്യക്തിപരമായി അഭിപ്രായങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായങ്ങളെയൊക്കെ അവർ സ്വരൂപിച്ച് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അവരിപ്പോൾ ഇന്ന് വളർത്തിയെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സാഹചര്യം നോക്കുകയാണെങ്കിലും തുടർച്ചയായി ഇടതുപക്ഷം രണ്ടാം തവണ ഭരിക്കുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാന സർക്കാരിന് കൂടി ഒരു വിലയിരുത്തലാവുമോ, ഇല്ലെങ്കിൽ ആ ഭരണത്തിന് കൂടി ഒരു വിലയിരുത്തലാവുമോ മലപ്പുറത്തെ ഫലം? സംസ്ഥാനത്തെ കൂടി ഭരണത്തിന്റെ ഒരു വിലയിരുത്തലാവുമോ ഇത്തവണത്തെ ഇവിടുത്തെ ഫലങ്ങൾ, റിസൾട്ടുകൾ വരാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടുകൾ, അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളോട് എടുക്കുന്ന സമീപനങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് കേരളത്തെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനമുണ്ട്. ആ സമീപനത്തിനെതിരെ കേരളത്തോടൊപ്പം ആണോ കേരളത്തിലെ എംപിമാർ നിന്നത്, ഈ വലതുപക്ഷം നിന്നത്, UDFന്റെ ജനപ്രതിനിധികൾ നിന്നത് എന്നൊക്കെ പരിശോധിക്കും. സ്വാഭാവികമായിട്ടും കേരളത്തെ തകർക്കാനും അട്ടിമറിക്കാനും ഒക്കെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ BJPയുടെ ശ്രമങ്ങൾക്കെതിരെ കൂടിയുള്ള ഒരു നിലപാട് ഈ ജനം സ്വീകരിക്കും. ഈ ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാട് തന്നെയായിരിക്കും ഇവർ സ്വീകരിക്കുക. എന്തായാലും കടുത്ത പോരാട്ട പ്രതീക്ഷയിൽ തന്നെയാണ് വി വസീഫ് മുന്നോട്ട് പോകുന്നത്. മലപ്പുറത്ത് ഇത്തവണ വീണ്ടും 2004 ആവർത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മലപ്പുറത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി വസീഫ് റിപ്പോർട്ടറിനോട് പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുമ്പറിനോടൊപ്പം റിപ്പോർട്ടർ അസ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.